ഭയങ്കര സങ്കടം തോന്നുന്നു. അങ്ങോട്ടേക്ക് നോക്കുമ്പോ ഒരു കുറവ്. ഞാൻ അതുകൊണ്ട് അവിടെ നോക്കാത്ത, ഞാൻ തന്നെ മാത്രം ഒരു പവറും ഒരു എവിടെയോ ഒരു ഇംബാലൻസ്. പക്ഷെ ഇതിൽ പേടിക്കട്ടാ, നോബിയുടെ ശരീരം ഇവിടെ ഇല്ലാതെ ഉള്ളൂ, മനസ്സതാ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. അരികേറി മടിയിലെന്ന് ഇരുന്നളേ പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഒരു ശ്രീവിദ്യ കഴിഞ്ഞിട്ട് ഒരു പ്രസൻസ് അല്ല, ഡയാനയുടെ ഒരു പ്രസൻസ് ആണ് നമുക്ക് എപ്പോഴും. അതിന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോളൂ, പേടിക്കണ്ട. ഡയാനയുടെ ഗ്യാപ്പില് അതെന്താണെന്നറിയോ, അവൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ അവളുടെ മനസ്സ് ഇവിടെയാ, ശരീരം മാത്രമേ അവിടെ അവൾ കൊണ്ടുപോയിട്ടുള്ളൂ. സൂപ്പറടാ, അടിപൊളിയായിട്ടുണ്ട്. കാണാം എന്താവും. പക്ഷേ അലീന ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു പവറും ഒരു ബാലൻസ് കുറവുണ്ടെങ്കിൽ ഇതിന് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സൂപ്പർ പവർഫുൾ ആയ ഒരു പെർഫോമേഴ്സും ബാലൻസ് എല്ലാം വേണം. നാട്ടുകൂട്ടം പവർഫുൾ ആയാൽ ബാലൻസ് ആവും. നാട്ടുകൂട്ടം ആരാണ് ഇന്ന് വരാൻ പോണത്? ഐ നീഡ് ഫയർ ഹിയർ. ഓക്കെ, ഫയറും മാത്രം ആക്കണ്ട, എർത്തും വാട്ടറും ഫയറും എല്ലാം കൂടെ വരുന്ന രീതിയിൽ ഒരു ടീമിനെ നമുക്ക് ഇറക്കിയാൽ എങ്ങനെയുണ്ടാവും? ശരി, ആരാ? അങ്ങനെയുണ്ടെങ്കിൽ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ കുറച്ചുകൂടെ പവർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം യൂണിവേഴ്സൽ ഷോട്ടോകാൻ കരാട്ടെ. കഴിഞ്ഞോ? ഞാൻ വിചാരിച്ചു ഇതിന്റെ കൂടെ ഞാനും പ്രാക്ടീസ് ചെയ്ത് വരാന്ന്. വെൽക്കം വെൽക്കം, വരൂ 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 വരൂ. എന്നെ ആരും പേടിക്കണം, ഞാൻ ആരും തല്ലില്ല, വരൂ. എനിക്ക് സാറിനെ കണ്ട് നല്ല പരിചയമുണ്ട്. ഞാൻ അനിൽ ജേക്കബ്, ഞാനൊരു വിസിലിംഗ് പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ കള്ളക്കടുവ ഇവിടെ വന്ന് നിക്കല്ലേ. ഒരു എപ്പിസോഡ് വിസിലായിരിക്കും, മറ്റേ എപ്പിസോഡ് തല്ലാൻ വരുന്നു. പല പല കഴിവായിപ്പോയില്ലേ, എന്നെ ചെയ്യാനല്ലേ. ശരി, ഈ കഴിവുകളൊക്കെ എവിടെ നിന്ന് കിട്ടി? അതെ അതെ, ഇതെല്ലാം നമ്മുടെ കുട്ടികളാണ്. യൂണിവേഴ്സൽ ഷോട്ടോക്കൻ കരാട്ടെ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പാമ്പക്കട ബ്രാഞ്ചിലുള്ള കുട്ടികളാണ് ഇവരൊക്കെ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ എല്ലാവരും കൂടെ ഒരു പെർഫോമൻസ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ ടീമിന്റെ നമുക്ക് ആ പെർഫോമൻസിൽ നമുക്ക് നമ്മുടെ എപ്പിസോഡും ആരംഭിക്കാം. ഇതുകൊണ്ട് രാത്രി പോയി കിടന്ന് രാഹുലിനെ ഇടിക്കുകയൊന്നും ചെയ്യല്ലോ ഉറക്കത്തില്ല. Okay, so Universal Shotokan Karate, welcome to Comedy Masters. അലീന, ഇത് ഒരു ഫിസിക്കൽ പവർ. അതെ, അല്ല, പക്ഷെ നമ്മൾക്ക് വേണ്ടത് കൗണ്ടർ പവർ ആണ്. ബാറ്ററി ചാർജ് ആവണ്ടേ? പവറിനിപ്പം ഇവരുടെ കൂട്ടത്തിൽ കൗണ്ടർ വേണം. ചേച്ചി, ഇത് നമ്മളെ ഈ ഷോ തുടങ്ങിയിട്ട് കുറെ നാളായി. ഞാൻ ഒന്നും കാണാതെ ഇവിടെ വന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ചേട്ടന് മനസ്സിലാവണം. നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ, അത് നന്നായി. ഇത് ആദ്യമേ ഇവിടെ നശിപ്പിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് ഇനി ഓർക്കണം. ഞങ്ങൾക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. നീ കാര്യം പറ. അല്ലല്ല, ഞാൻ ഇപ്പൊ നോബിയണ്ണൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും നോബിയണ്ണന്റെ കൗണ്ടറിന്റെ ഒരു കുറവ് ഇവിടെ എന്തായാലും ഉണ്ടാവും. ആ കൗണ്ടറിന്റെ കുറവ് മാറ്റാൻ, അതായത് നീ എമ്പുരാൻ കാണാത്തവരാരെല്ലാം ഉണ്ട് ഇവിടെ? ഇല്ല. എമ്പുരാന്റെ ക്ലൈമാക്സില് ഒരു ചൈനക്കാരൻ വില്ലൻ വന്ന് തിരിഞ്ഞിരിക്കൂലേ, കണ്ടിട്ടില്ലേ? ആ പവറുള്ള ആ മനുഷ്യൻ ഇപ്പൊ ഈ ഫ്ലോറിൽ വന്ന് എങ്ങനെ ഇരിക്കും? ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ പേരെന്നാ? TAK Chan. എന്താ പറ? TAK Chan. TAK Chan. TAK Chan. TAK Chan. നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിച്ചാലേ TAK Chan? ഉറപ്പായിട്ടും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം TAK Chan.
തങ്കച്ചാ ഹായ് തങ്കച്ചാ. എമ്പുരാൻ സിനിമ കണ്ടില്ലേ? ആ എമ്പുരാനില് 2.25 മണിക്കൂർ അങ്ങോട്ട് ഒരാൾ തിരിഞ്ഞിരിക്കും. ആ ആളാ പക്ഷെ തേളുണ്ടായിരുന്നു, പക്ഷെ തേളില്ല. തേളിന് ഇപ്പം ഒരുപാട് തേളിപ്പോ സെലിബ്രിറ്റി ആയിപ്പോയി. ഓഹോ തേളിന് ഇപ്പൊ ട്രിപ്പ് ഉദ്ഘാടനം കൊണ്ട് കിഴങ്ങുപോലെ എങ്ങനെ നടക്കുന്നത്. അതല്ലേ. സുഖല്ലോ? ആ സുഖമുണ്ട്. ഇതിലൊക്കെ എന്നാണ്ട് വിശേഷം? അത് സുഖം. സുഖാണോ? ശരി. ഇത് ഓ കണ്ടാ ചോരക്ക് ചോര തിരിച്ചു കാണുമ്പോ അറിയാം. ചോരക്ക് ചോരയോ? അതെ, അത് എക്സ്പേർട്ട് ആണ്. സാറിന്റെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു? ഞാൻ എറണാകുളം ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ആ കരാട്ടയുടെ എത്ര വർഷം? ഞാനൊരു 30 വർഷം. 30 വർഷം പാരമ്പര്യമുള്ള. അതിന്റെ അപ്പുറമാണ് മേഡം 30 വർഷം എന്ന് പറഞ്ഞ്. ജാക്കി ചാനും ബ്രൂസിലും ജെറ്റ്ലിയൊക്കെ എന്റെ വീട്ടിൽ കിടന്നിറങ്ങി ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള എന്റെ അടുത്ത് പറയുന്നത് 30 വർഷമായിരുന്നു. ഈ കയ്യിൽ എന്തല്ലത്? ഇതാ ആ ഇത് ഇത് ഇരുമ്പാണത്. ഇരുമ്പോ? ഇരുമ്പാണ്. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഇതാ ഇങ്ങനെ ചെയ്യും. അത് വേറെ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളൊന്ന് നിങ്ങളുടെ കുറച്ച് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പെർഫോമൻസ് കാണിച്ചു തരൂ. മാഷ കൊടുക്കും. മാഷിന്റെ ഫസ്റ്റ് പെർഫോമൻസ്. അയ്യോ അത് ഇടിച്ചു പൊട്ടിക്ക്. അതിനുശേഷം ഞാൻ പറയാം. സുഹൃത്തിനേക്കളെ 1 ഇഞ്ച് പഞ്ചർ എന്ന് പറഞ്ഞാൽ ബ്രൂസിലേക്ക് കാണിച്ചിട്ടുള്ള ഇങ്ങനെ ചെയ്തു. എന്റെ ഇതൊക്കെ വെറും സിമ്പിൾ. നമ്മളെ ഉടുക്കുട്ടി പഠിപ്പിക്കില്ല. ആയിക്കോട്ടെ. എന്നിട്ട് ബിസ്ക്കറ്റ് പൊടിക്കുന്ന പോലെ പൊടിച്ചിരിക്കുകയാണ്. ഇതൊരു 5 വർഷത്തിന് മുമ്പ് 3 ഇങ്ങനെ അടുക്കി വെച്ചിട്ടേ ഇങ്ങനെയൊന്നും ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ ബാക്കിലോട്ട് വന്നിട്ട് ഇങ്ങനെ അതിനൊരു തയ്യാറെടുപ്പൊന്നും കാണിച്ചില്ല. ചുറ്റേ ഇല്ല ജസ്റ്റ് ഇതെങ്ങനെ അത് ഞങ്ങളുടെ ഇങ്ങനെ അത് ഞങ്ങളെ കരാട്ട പാരമ്പര്യമാണത്. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറയാം പോടാന്ന് പറയില്ല. അങ്ങനെയാണ്. 3 വെച്ചിട്ട് എങ്ങനെ വേറെന്താ? നമ്മൾ 5 വർഷത്തിന് മുമ്പ് വിട്ട കേസുകൾ അതൊക്കെ ആണോ? ഇനി വേറെന്താ? ഇതിപ്പോ നോക്കിയ പുള്ളി ചെയ്യും. പ്രേക്ഷകരെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇതിപ്പോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയല്ലേ ചെയ്തത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഓടി വന്ന് 3 കാരണം പറഞ്ഞിട്ട് ഓടി പൊക്കത്തിൽ ചാടിപ്പറ്റ പുന്നാപുരക്കോട്ടയിൽ പ്രൈം മിനിസ്റ്റർ ചാടൂലേ, അതുപോലെ ചാടിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യാത്തത് കൊണ്ടല്ല. അല്ല നിങ്ങൾ ഇതിന് ഇൻസൾട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് കേൾക്കാവും. 10 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത സാധനം. 10 വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത സാധനം അത് കയ്യിൽ നിന്ന് വെച്ചേ ഇങ്ങനെ ചെയ്ത സാധനം. ഈ ഇടക്കാലത്തൊന്നും വിടാത്ത എന്തെങ്കിലും ഉണ്ടാണ്? ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ടോട്ടെ. അവന്റെ പ്രശ്നം അങ്ങ് തീർത്തു കൊടുക്കാം. അയ്യോ, അപ്പൊ നിങ്ങൾ കുറച്ച് ഇതൊക്കെ കാണിച്ചല്ലോ. നമ്മൾ തമ്മിലൊന്നും ഏറ്റുമുട്ടിയില്ല. സാധാരണ ഞാൻ മറ്റുള്ളവർ വരുമ്പോഴാണ് അവരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. നമ്മൾ തമ്മിലൊന്നും മുട്ടിയില്ല. നമ്മൾ മുട്ടേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ വരുമ്പോഴേ പിന്നെ നമ്മളതിനെ ഉപയോഗിക്കാതെ വിടുന്നത് അങ്ങനെ ശരിയല്ല. പിന്നെ ഒന്ന് ചെയ്താലോ. അപ്പൊ 5-ൽ തന്നെ അങ്ങ് തുടങ്ങിയാലോ. എന്താ ഉദ്ദേശിക്കുന്നത്? എവിടെ താമസം? അവിടെ ഞാനിവിടെ അടുത്ത് തന്നെ. ചേട്ടാ എന്താണെന്നറിയോ, ഞാൻ മുമ്പ് കരാട്ടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാഷിന് ഞാൻ ഇതുപോലെ എന്നെ കാലിൽ തൊട്ട് തൊഴുതിട്ടാണ് അഭ്യസങ്ങളൊക്കെ പഠിച്ചത്.